അംശു വാമദേവൻ അതിന് പിന്നാലെ വിളപ്പിശാല പൂട്ടി. അംശു വാമദേവൻ അതിന് പിന്നാലെ വിളപ്പിൽശാല പൂട്ടി. ആ വിളപ്പിൽശാലയിലേക്ക് പോകേണ്ട മാലിന്യം അത്രയും എന്താണ് ഒരു ഒഴുകുന്ന വിളപ്പിൽശാലയായി ആമയിഴഞ്ചന്തോടിലേക്ക് വന്നു. നഗരസഭയോ സർക്കാരോ ശരി, ഈ വിഷയത്തിൽ റെയിൽവേക്ക് പഴിയുണ്ട്, നമ്മളത് പറയുകയും ചെയ്യും. പക്ഷേ അതല്ല, ഈ പറഞ്ഞ 117 മീറ്ററിന് അപ്പുറവും ഇപ്പുറവും ആമയിഴഞ്ചന്തോടുണ്ട്. അത് അപ്പുറവും ഇപ്പുറം എന്താണ് കറുത്ത് അഴുകി പുഴുകിത്തന്നെ ഒഴുകുകയാണ്. അതൊരു ഉത്തരവാദിത്വം റെയിൽവേ അല്ല. അംശു, ഹാഷ്മി, ഇതിനകത്ത് നമുക്ക് കൃത്യമായി ആമയിഴഞ്ചാൻ തോടിലെ ശുചീകരണത്തിനെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യാം, നഗരത്തിലെ മാലിന്യം ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാം. പക്ഷേ ഇതിനകത്ത് നിങ്ങളിവിടെ ചർച്ച ആരംഭിച്ചതിനെ സംബന്ധിച്ച ഇന്ന് നമ്മുടെ ഒരു മനുഷ്യ ജീവന് വേണ്ടിയിട്ട് നമ്മളവിടെ തേടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള വിവാദം ഉന്നയിച്ചത് റെയിൽവേയുടെ ഭാഗത്ത് നിന്നാണ്. ADRM അത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയത് കൊണ്ടാണ്, കത്ത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാണ്. ഇവിടെ ശ്രീ MK ഹരിദാസ് ഇവിടെ സൂചിപ്പിച്ചത് ഏതെങ്കിലും കുറച്ച് ലെറ്ററിന്റെ കത്തിന്റെ റഫറൻസ് പുഴുങ്ങി തിന്നാലാവൂ എന്നുള്ളതാണ്. പുഴുങ്ങി തിന്നിയാൽ ആകില്ല മിസ്റ്റർ ഹരിദാസ്. ആ നിലയിൽ ഹരിദാസിനോട് ഞാൻ മറുപടിയും പറയുന്നില്ല, ആ സംസ്കാരത്തിൽ ഞാൻ പറയുന്നുമില്ല. ഈ കൃത്യമായി മേയർ പറഞ്ഞതാണ്, ഇങ്ങനൊരു വിഷയമുണ്ടായത് റെയിൽവേയുടെ കോമ്പൗണ്ടിനകത്താണ്, റെയിൽവേക്ക് ഉത്തരവാദിത്തമുള്ള സ്ഥലത്താണ്. അത് തന്നെയാണ് പറഞ്ഞത്. നിങ്ങളപ്പോൾ ഈ ചർച്ചയെ കൊണ്ടുപോകുന്നത് ആമയിഴഞ്ചാൻ തോടിലെ മുഴുവൻ മാലിന്യം നീക്കുന്നതിനെ സംബന്ധിച്ചാണ്. അതിലേക്ക് വരാം. നിങ്ങൾ ഈ സ്പെസിഫിക് കാര്യത്തിനകത്ത് മറുപടി പറയുമ്പോൾ എന്തിനാണ് റെയിൽവേയെ സഹായിക്കാൻ പത്മകുമാർ പാടുപെടുന്നതെന്ന് മനസ്സിലാക്കാം. MK ഹരിദാസ് എന്തിനാണ് ഇത്രയ്ക്ക് പാടുപെടുന്നത്? റെയിൽവേക്ക് എന്ത് റഫറൻസ് ലെറ്റർ അയച്ചതിന്റെ എന്ത് റഫറൻസിലാ കുഴപ്പം എന്ന് മുതൽ തുടങ്ങിയതാ. അതിന് നടപടിക്രമമില്ലേ? ആദ്യം പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് വിളിക്കുന്നു. ആ മീറ്റിംഗ് വിളിച്ചിട്ട് ആ മീറ്റിംഗിലെ തീരുമാന പ്രകാരം ഇത് അടിയന്തരമായ ആ കൾവെട്ട് നീക്കം ചെയ്ത് അവിടുത്തെ ഈ മാലിന്യ കൂമ്പാരം മാറ്റണമെന്ന് പറയുന്നു. അങ്ങനെ പറയുന്നത് എന്താണോ? 7/5/2024 ലെറ്ററാണ് ആ കൊടുത്തിരിക്കുന്നത്. പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കൂടിയ മീറ്റിംഗ് ആണ്. അതിന് തൊട്ട് മുമ്പ് പിന്നെയും കൂടിയിട്ടുണ്ട്. ഈ പ്രിൻസിപ്പൽ ഡയറക്ടറുടെ നേതൃത്വത്തിൽ തന്നെ 13/4/2024 ഒരു യോഗം കൂടിയിട്ടുണ്ട്. ആ യോഗത്തിന് ശേഷം പിന്നെ നഗരസഭാ സെക്രട്ടറി 7/5/2024 ലെറ്റർ അയക്കുന്നത്. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനുശേഷമാണ് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചെയർമാൻ എന്നുള്ള നിലയിൽ അദ്ദേഹം അയക്കുന്നത് ലെറ്റർ അല്ല, ഓർഡറാണ്. ഒരു ഓർഡർ കൊടുത്തിരിക്കുകയാണ് റെയിൽവേക്ക് ഇത് മാറ്റണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ നഗരസഭാ മേയറുടെ നേതൃത്വത്തിൽ വീണ്ടും യോഗം കൂടി. ആ യോഗത്തിനകത്ത് DRM പങ്കെടുക്കുന്നില്ല, ADRM പങ്കെടുക്കുന്നില്ല, ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനും പങ്കെടുക്കുന്നില്ല. നേരിട്ട് സർക്കാർ കേന്ദ്ര സർക്കാരോട് പറയണ്ടേ, ഇവര് മര്യാദയോട് കാണിക്കുകയാണ്, ഇത് മാറ്റിത്തരാൻ പറയണ്ടേ? അങ്ങനെ ഉണ്ടായോ? ഇത് അങ്ങനെ ഉണ്ടാവുകയല്ലേ നിരന്തരമായി? ഞാൻ ചോദിക്കട്ടെ ഹാഷ്മി, ഞാൻ ചോദിക്കട്ടെ, ഒരു റെയിൽവേ എന്ന് പറയുന്ന ഒരു സംവിധാനം കേൾക്കാം. അല്ല, ഞാൻ പറയുന്നത് ഈ വർഷത്തെ പ്രശ്നമല്ല, നമ്മൾ നിരന്തരം ഏറ്റുമുട്ടലാണ് റെയിൽവേയുമായി. അപ്പൊ അറിയാം ഇവര് സഹകരിക്കുന്നവരല്ലെന്നറിയാം. അടുത്ത സ്റ്റെപ്പിലേക്ക് പറയാം ഹാഷ്മി, ഞാനാ പറയുന്നതിന് ഒന്ന് ഹാഷ്മി കേൾക്കാൻ തയ്യാറാവുക. ഞാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ, റെയിൽവേയുമായുള്ള ഏറ്റുമുട്ടൽ എന്താണെന്നാണ് പറയുന്നത്. നഗരസഭയ്ക്ക് അകത്ത് കയറി അങ്ങനെ ചെയ്യാൻ കഴിയില്ല ഹാഷ്മി, അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ചെയ്തതിന് ഞങ്ങളുടെ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറും ഇപ്പോഴും ക്രിമിനൽ കേസുകൾ പ്രതിയായിട്ട് കേസ് പറയാണ്. റെയിൽവേ കോടതികൾ കയറി ഇറങ്ങുകയാണ്. സഖാവ് VK പ്രശാന്ത്, വട്ടിയൂർക്കാവിന്റെ MLA VK പ്രശാന്ത് MLA ആയിരുന്ന മേയർ ആയിരുന്ന സമയത്ത് ഇതുപോലെ റെയിൽവേ ഈ മാലിന്യം നീക്കാത്തതിന്റെ ഭാഗമായി ഞങ്ങൾ അവിടെ അകത്ത് കയറി. ആ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോഴും ഉത്തരവാദിത്തം ആർക്കാണ്? നിങ്ങൾക്കാണ്, നഗരസഭയ്ക്കാണല്ലേ? ആ നഗരത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട നഗരസഭയിലെ ഒരു ഭാഗത്തിന്റെ 117 മീറ്ററിൽ ഈ റെയിൽവേ ഇങ്ങനെ മുഖം തിരിഞ്ഞു നിൽക്കുന്നുവെങ്കിൽ നമ്മൾ നിസ്സഹായരാവുകയാണോ ചെയ്യേണ്ടത്? കേസെടുത്താൽ നിസ്സഹായരാവുകയാണോ ചെയ്യേണ്ടത്? അതിന് നിയമപരപടി എടുക്കല്ലേ? അതിന്റെ ബാക്കി നടപടികളിലേക്ക് പോവുകയാണ്. അവിടെ നഗരസഭ അതിനാണ് ഡിസാസ്റ്റർ ഹാഷ്മി. ഇതിനൊരു നടപടിക്രമമില്ലേ? ഒരു ദിവസം രാവിലെ നമ്മളൊരു വീടിനകത്ത് അതിർക്കമിച്ച് കയറുന്നത് പോലെ ചെന്ന് കയറാൻ കഴിയില്ല. അതാ ഞാൻ പറയുന്നത്. ആ മുനിസിപ്പാലിറ്റി ആക്ടിന്റെയും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെയും വകുപ്പ് അനുസരിച്ച് ആ പ്രൊസീജിയർ അനുസരിച്ച് അവർക്ക് ലെറ്റർ കൊടുത്തിട്ടാണ്. അത് MK ഹരിദാസിന് അറിയാത്തതാണ്. അതുപോലെ തന്നെ GPRCയിലുള്ള നമ്മുടെ പ്രതിനിധിക്ക് അറിയാത്തതാണോ? ആ പ്രൊസീജിയർ അനുസരിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ലെറ്റർ കൊടുക്കണ്ടേ? ഒരു ദിവസം രാവിലെ ഹാഷ്മി നമുക്ക് ഓടിച്ചെന്ന് അവിടെ ചെയ്യാൻ കഴിയുമോ? അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ചാനൽ തന്നെ കൊടുക്കില്ലേ? നഗരസഭയുടെ അതിക്രമത്തെ സംബന്ധിച്ച് നിങ്ങൾ കൊടുക്കില്ലേ? അപ്പോൾ നിയമപ്രകാരം നഗരസഭ ചെയ്തു എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് കാര്യം പൊതുവായിട്ടുള്ള ശുചീകരണത്തെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഇല്ല
അല്ല ഞാൻ പറയുന്നത് ആശ്വി, ഞാൻ നിങ്ങളെ 24 ചാനലിലല്ല പറഞ്ഞത്, ഞാനൊരു പൊതു സംവിധാനത്തെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നോക്ക് ഇപ്പൊ പറയുന്നത് KSRTC അവിടെ ഉണ്ട്. 24 മണിക്കൂറിനുള്ളിൽ ഹൈക്കോടതിയിൽ നിന്ന് നിങ്ങൾക്കൊരു ഉത്തരവെടുക്കാം, അറിയോ? ബഹുമാനപ്പെട്ട മിസ്റ്റർ ഹരിദാസ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബലി കൊടുത്തു എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് റെയിൽവേ കുറിച്ച് മിണ്ടാൻ നിങ്ങൾ നാവ് പൊന്തുന്നുണ്ടോ മിസ്റ്റർ MK ഹരിദാസ്? നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത്? മിസ്റ്റർ ഹരിദാസിന്റെ നാവ് റെയിൽവേക്കെതിരെ പൊന്തുന്നുണ്ടോ? ജോയിക്ക് വേണ്ടി നിങ്ങൾ വിലപിക്കുമ്പോ നിങ്ങൾക്ക് പറയുന്നുണ്ടോ? നിങ്ങളൊന്നും പറയണ്ട. നിങ്ങളുടെ വാക്കുകൾക്കിടയിൽ, നിങ്ങളുടെ പറഞ്ഞ വാക്കുകൾക്കിടയിൽ ഒരു കാര്യത്തിൽ തർക്കമില്ല. ആമയിഴഞ്ചാൻ തോടിന്റെ മാലിന്യത്തിന് ഉത്തരവാദിത്വം റെയിൽവേ അല്ല, അത് കോർപ്പറേഷൻ സർക്കാരാണ്. പക്ഷേ ഒരു സുരക്ഷാ ക്രമീകരണവും ഇല്ലാതെ, ഒരു മാസ്ക് പോലും കൊടുക്കാതെ, ഒരു PPE കിറ്റ് പോലും കൊടുക്കാതെ 1500 രൂപ എന്ന് പറയുന്ന പണം കൊടുത്ത് മാത്രം ഒരാളെ ഇറക്കി വിട്ട ഉത്തരവാദി റെയിൽവേ മാത്രമാണ്.